കല്ലമ്പലത്തെ MDMA വേട്ടയിൽ അന്വേഷണം സിനിമയിലേക്കും. ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജുവിന് ചലച്ചിത്ര മേഖലയിലുള്ളവരുമായി അടുത്ത ബന്ധമെന്ന് കണ്ടെത്തൽ. പ്രമുഖർക്ക് വിതരണം ചെയ്യാനാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്നാണ് നിഗമനം. സഞ്ജുവിന്റെ ഒമാൻ യാത്രകളെക്കുറിച്ചും പോലീസ് പരിശോധിക്കും. TV പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രസാദ്, ഈ ലഹരിയുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇതിൽ ക്വാളിറ്റി കൂടിയതാണെന്നുള്ള ഒരു നിഗമനത്തിലേക്കൊക്കെ എത്തിയിരുന്നല്ലോ അല്ലേ? ഇതിലിപ്പോൾ സിനിമയുമായുള്ള ബന്ധം, അത് അത്തരമൊരു വഴിത്തിരിവ് ചെറിയ കാര്യമല്ല അല്ലേ പ്രസാദ്? ഗുഡ് മോർണിംഗ് റോഷ്നി. ഇതൊരു ചെറിയ കളിയല്ല എന്നുള്ളതാണ്. ഈ ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജു ഒമാനിൽ പോയി എന്തിനാണ് MDMA കൊണ്ടുവരുന്നത് എന്ന അന്വേഷണത്തിലേക്കാണ് പോലീസ് ഉള്ളത്. മാത്രമല്ല, ഈ വർഷം മാത്രം 4 തവണയാണ് അവിടെ ഒരു ബിസിനസ്സും ഇല്ലാത്ത, അവിടെ മറ്റൊരു കാര്യങ്ങളുമില്ലാത്ത സഞ്ജു ഒമാനിൽ പോയി വന്നത്. ഇതിനു മുമ്പുണ്ടായ മറ്റ് യാത്രകളിലെല്ലാം ഇതുപോലെ MDMA കടത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അതിന് നിലവിൽ തെളിവ് ശേഖരിക്കുക പ്രയാസമാണെങ്കിൽ പോലും ആ വഴി ഇനി അടക്കാനുള്ള ഒരു ശ്രമം എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്ര വില കൂടിയ, അതായത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗുണനിലവാരം കൂടിയ MDMA ആണ് ഈ ഒമാനിൽ നിന്ന് എത്തിക്കുന്നത്. സാധാരണ ബാംഗ്ലൂരിൽ നിന്നൊക്കെ എത്തിച്ച് കേരളത്തിൽ കിട്ടുന്നത് പോലെയുള്ള സാധനമല്ല. അപ്പോൾ സഞ്ജു ഈ സാധനം കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചിലർക്ക് വേണ്ടിയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. അതിനിടയിലാണ് സിനിമാ മേഖലയുമായി സഞ്ജുവിനുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സൂചനയിലേക്ക് പോലീസ് കടക്കുന്നത്. സഞ്ജുവുമൊത്തുള്ള യുവതാരങ്ങൾ നിൽക്കുന്ന പടങ്ങൾ ഉൾപ്പെടെ ഇതിനകം തന്നെ പോലീസ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സഞ്ജുവിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ സഞ്ജുവിന്റെ സാമ്പത്തിക സ്രോതസ്, കൊട്ടാര സമാനമായ വീടാണ് സഞ്ജു അവിടെ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദരിദ്ര സാഹചര്യത്തിൽ ജനിച്ച സഞ്ജു വളരെ കുറച്ചു കാലം കൊണ്ടാണ് ഈ നിലയിലേക്ക് വളർന്നത് എന്ന് പോലീസ് കരുതുകയാണ്. അതുകൊണ്ട് സഞ്ജുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് അക്കൌണ്ടുകൾ എവിടെയൊക്കെ വിതരണം ചെയ്തു, എങ്ങനെയാണ് ഈ ശൃംഖല പോകുന്നത്, ഇതിലേക്കൊക്കെ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ചില്ലറയൊന്നുമല്ല, 1.25 കിലോഗ്രാമാണ് MDMA സഞ്ജുവിൽ നിന്ന് പിടിച്ചെടുത്തത്. അതും വിദേശത്ത് നിന്ന് ഈന്തപ്പഴത്തിൽ ഒളിപ്പിച്ചാണ് ഈ സാധനം കേരളത്തിലേക്ക് കടത്തിയതും അതിസമർത്ഥമായി പോലീസിനെയും ഡാൻസഫിനെയും വെട്ടിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയതും ഒടുവിൽ പിടിയിലായതും. റോഷ്നി, ഓക്കെ, പ്രസാദ് പറഞ്ഞതുപോലെയാണ് ഇതിലിനി ഈ ശൃംഖലകൾ അത് എവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വ്യക്തമായ അന്വേഷണം തന്നെ വേണം. എന്തായാലും ഈ സിനിമയിലേക്കുള്ള ബന്ധം എന്ന അന്വേഷണ സംഘം പറയുന്നത് അത് ചെറിയ കാര്യമല്ല. ഈ സഞ്ജു അങ്ങനെ ചെറിയൊരു മീനുമല്ല. TV പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.